ഹലോ ഗെയ്സ്, ഇതുണ്ടാണ് നമ്മൾ അക്വേറിയത്തിലെ മീൻകുഴിയിൽ കുളവായ പൂത്തതാണ്. കുളവായ പൂത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. കണ്ടൂലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിക്കോളി. നമ്മൾ ഫസ്റ്റ് കാണുകയാണ്. കുളവായ അങ്ങനെ കാണുമെന്നല്ലാതെ പാടത്തൊക്കെ കുളവായ കാണുന്നില്ല, കായലിലൊക്കെ കുളവായ കാണുന്നില്ല, അതുപോലെയൊക്കെ പൂവിട്ടിട്ട് കാണുന്നുണ്ട്, ഇതിരെ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഈ പായലാണ് ഇപ്പോൾ ഇതിലുള്ളത്. പായൽ ഫുള്ള് നിറഞ്ഞേക്കണേ. മീനുകളെല്ലാം ഉഷാറായിട്ട് കുറേ മീനുണ്ട്. മീൻ പാറ്റിയിട്ടുണ്ട്. മീനിൻ്റെ ബ്രീഡിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. കുട്ടികളായി കുട്ടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടുന്നുണ്ട്. ഇത് ചെറിയ കുയ്യായതുകൊണ്ട് ഇവർക്ക് ഒരു തട്ടുണ്ട് ഇവിടെ. ഒരു സ്റ്റേജ് ഇത് 3 അടി ഏകദേശം 3/4 മീറ്ററോളം ആയുണ്ട്. അപ്പോൾ ഒരു ചെറിയ തട്ട് കൊടുത്തേക്കണം. ഒരു ചാണ് ഹൈറ്റിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഇത് കൊടുത്തു. അപ്പോൾ അതിൽ പല പാറ്റിൽ നല്ലോണം നടക്കുന്നുണ്ട്. കുട്ടികളെല്ലാം അതാണ് പാറ്റി അയക്കുന്ന. അപ്പോൾ ഇതിൻ്റെ ഈ പൂവ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയതാണ്. എന്താണ് രസമല്ലേ പൂവ്? അപ്പോൾ അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പൂവുണ്ട് വിരിഞ്ഞിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും. അപ്പോൾ കുളവായ നല്ലത് ഇതാ നല്ലതെന്നുള്ളത് ഏതാണെന്നുള്ളത് പായലാണോ വേണ്ടത്? പായൽ മഞ്ഞ് പൂവ് വരുമോയെന്ന് എനിക്കറിയില്ല. പായലും ഇങ്ങനെ കണ്ടിട്ടുന്നല്ല, പായലുമ്പോൾ പൂവുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇത് എന്തായാലും കുളവായ അതിൽ കൂടുതൽ വേണമെന്നുള്ളത് അതുപോലെ പൂത്ത് നിന്നോളും നല്ല രസത്തിൽ. അതായത് മീനുകളെല്ലാം വെള്ളം കടിക്കുന്നുണ്ട്. മീനുകളെല്ലാം ഉഷാറായിട്ട് നല്ല ഗ്രോത്തിൽ വളർന്നവരുണ്ട്. പക്ഷേ നമ്മൾ വെള്ളം ഫിൽറ്ററിങ് ഒന്നും വെച്ചിട്ടില്ല. ഫിൽറ്റർ വേണം. ഫിൽറ്ററിങ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചണ്ടി കൂടുതലാണ്. വെള്ളം കട്ടി കൂടുതലാണ്. പച്ചനിറല്ല. ഈ പായലുണ്ടായതുകൊണ്ട് വെള്ളം നല്ല തെളിയാണ്. വല്ല തീറ്റിട്ട് കൊടുക്കേണ്ട പരിപാടിയാണ്. വല്ല തീറ്റി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ വല്ല തീറ്റി കൊടുക്കുന്നത്. എന്തായി കുരുമുളകിൻ്റെ വലിപ്പമുള്ള ഈ തീറ്റയാണ് കൊടുക്കുന്നത്. നട്ട് കൊടുത്താൽ തന്നെ നല്ല തീറ്റി തുടങ്ങും. ഒക്കെ നടന്ന് പെറുക്കും. ഇങ്ങനെ പെറുക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിന് ഒരു പടിയാണ്. അപ്പോൾ അത് പൂ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നിയാണ്. ഇനിയിപ്പോൾ നമ്മളെ ഇത് വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള പച്ചക്കറി സംവിധാനം ഉണ്ടാക്കാനുള്ള നമ്മളടുത്ത് കറ്റാർവായൻ്റെ ഒരു ശേഖരം ഇവിടെ ഉണ്ട് കേട്ടോ. കറ്റാർവായ ഇഷ്ടം പോലെ വെക്കാൻ സ്ഥലം ചെയ്യാത്ത അവസ്ഥയിലാണ്. ഇതെൻ്റെ കറ്റാർവായ ഒക്കെ കറ്റാർവായ, മൊത്തത്തിൽ കറ്റാർവായാണ്. കറ്റാർവായ നല്ല ഉഷാറായിട്ട് നമുക്ക് തിരിഞ്ഞ് നോക്കലില്ല ഓവറായപ്പോൾ. അപ്പോൾ നമ്മളിവിടെ അപ്പോപോണിക്സ് തയ്യാറാക്കാനുള്ള അപ്പോപോണിക്സ് പച്ചക്കറി ഉണ്ടാക്കാനുള്ള അതിനുള്ള റമ്മ് വെക്കാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതെന്നാണ് നമ്മളൊരു മതിലാണ്, നമ്മളൊരു അതിർഭാഗമാണ്. ഇവിടെ താഴെ കാണേണ്ട വീടുകൾ നമ്മളെ അനിയന്മാരതാണ്. അപ്പോൾ അവരെ അതിറാണത്. ആ അതിർമ്മൽ നമ്മൾ ഇതുപോലൊക്കെ ഒരു ചെറിയ പെട്ടി വെച്ചിട്ട് കോൺക്രീറ്റ് നിറച്ചിട്ടേ അതിൻ്റെ മുകളിലൊരു സ്ലാബ് വെച്ചാണ്. കണ്ടേ എത്ര 8 6 7 മീറ്റർ നീളം വരുന്നുണ്ട്. കണ്ടില്ലേ കണ്ടാ? അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇനിയിപ്പോൾ അപ്പോപോണിക്സ് സിസ്റ്റം നമുക്ക് തയ്യാറാക്കാനുള്ളത്. അതിനുള്ള സ്ലാബ് വാർത്തിട്ടാണ്. ഏകദേശം 2.5 ഇഞ്ച് കനത്തിൽ 3 ഇഞ്ചോളം കനത്തിലുള്ള ഒരു സ്ലാബ്. വീതിയില്ല, വീതി 1 അടി 11 ഇഞ്ചോ ഏറ്റവും വീതിയുള്ളൂ. അപ്പോൾ ഈ വീതിയിൽ ഇങ്ങനെ വാർത്തിട്ടാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് റിമ്മ് വെച്ചിട്ട് പൈപ്പും സജ്ജീകരണമൊക്കെ കൊടുത്തിട്ട് അതിൽ വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇവിടുന്ന് വെള്ളം വെള്ളത്തിന് നേരെ അങ്ങോട്ട് തന്നെ റിട്ടേൺ ആക്കാം. അനിയന്മാരെ വീടിൻ്റെ അടുത്താണ്.
കണ്ടോ, 2 വീട് അനിയന്മാരെ വീടാണ്. അപ്പം ഓല ഏതെൻ്റെ ഇവിടെ നല്ല കുറച്ച് കുണ്ടുള്ള ഭാഗമാണ്. നമ്മളിങ്ങനെ മതിൽ പടുത്ത് പൊന്തിച്ചിട്ട് ആ സൈഡിന്മേൽ അതിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഇത് കൊടുത്തിട്ട്. അപ്പോൾ കാണാൻ നല്ല ഷോണ്. അവിടെ പച്ചക്കറി ഉണ്ടായാലും ആ വല അവർക്കും നല്ല കാണാൻ നല്ല വൃത്തിയുള്ള ഒരു നല്ലൊരു കാഴ്ചയാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഇവിടെ നിന്നാണ് അങ്ങനെ വെള്ളം അവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് തള്ളിക്കണം. മോട്ടറിന് തള്ളിച്ചിട്ട് നമ്മളെ പച്ചക്കറിയിലേക്കുള്ള വെള്ളം റെഡിയാക്കി കൊണ്ടുവരണം. അപ്പോൾ ആ വെള്ളം ഫിൽറ്ററായി വലിക്ക് ഓക്സിജൻ കിട്ടുള്ളൂ. എയറിൻ്റെ കുറച്ച് കുറവുണ്ട്. എയറിൻ്റെ കുറവ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ പിന്നെ നമ്മൾ മാവിൽ വീക്കട്ട് ബെഡ് ചെയ്ത മാവിൻ്റെ തൈകൾ ആണിത്. ഇത് മുന്നൊക്കെ വീഡിയോകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ പൂത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ ഫസ്റ്റിൽ ചെയ്തതാണ്. ഇവിടെ ഈ കാണുന്ന എൻ്റെ വിരൽ വെച്ച ഈ ഭാഗം വീക്കട്ട് ബെഡ് ചെയ്ത ഏരിയയാണ്. ഇതണ്ട, ഇതും അതേമാതിരി ഒരു വീക്കട്ട് ചെയ്ത ഏരിയയാണ്. ഇതെൻ്റെ ഒരു വി കട്ടിങ് കണ്ടില്ലേ? അതിപ്പോൾ അയിമ പൂവിട്ടില്ല. പക്ഷെ പൂവിട്ടത് ഇപ്പോൾ തീമലാണ്. പൂവിട്ട് നല്ല ഉസാറായിട്ട് നല്ല ഉണ്ണിമാങ്ങ ആയി തുടങ്ങിയിരിക്കുന്നതാണ്. കണ്ടില്ലേ? ഉണ്ണിമാങ്ങ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. നല്ല മാങ്ങയാണ്. നല്ല ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി മാങ്ങയാണ്. പിന്നെ അത് അവിടെയൊക്കെ ചെയ്തേക്കണ്. ഒരേ മാവ് തന്നെ 3-4 ഐറ്റം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ഇങ്ങനെ മുറിക്കാനുള്ള എയർ ലെയറിങ്ങും ചെയ്തിട്ടുണ്ട്, ഇതിനെ 2ആക്കാൻ വേണ്ടി. പിന്നെ അങ്ങനെ ഓരോന്നിത് അതൊക്കെ നമ്മൾ എയർ ലെയറിങ് ചെയ്തുകൊണ്ട് മാവിൻ തൈകളാണ് കേട്ടോ. ഏകദേശം ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. 2ാമത്തെ തളിരും വന്ന് കീസാളിലൊക്കെ പിടിച്ചു. നല്ല ഗ്രോത്തിൽ നിൽക്കുന്നതാണ്. ഒക്കെ കൊടുക്കാനുള്ള മാവിൻ തൈകളാണ്. അങ്ങനെ ഗ്രോ ബാഗിലാക്കി വെച്ചാണ് വിവിധ തൈകൾ. പിന്നെ അതിൻ്റെ പോലെ ഇവിടെ ഒക്കെ തൈകളാണ്. പേരക്ക തൈകൾ ബെഡ് ചെയ്യാനുള്ളതാണ്. ഒക്കെ പേരക്ക. ഇത് നമ്മളെ ചെരങ്ങപ്പന്തലാണ്. മുറ്റത്താണ് ചെരങ്ങാപ്പന്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെരങ്ങ അങ്ങനെ ആമ്പുക അങ്ങനെ ആയി വരുന്നുണ്ട്. മുറ്റത്തുനിന്ന് കൊലായിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമ്മളെ വീട് ഇവിടെ. അപ്പോൾ കൊലായിലിരുന്നാൽ നമുക്കിങ്ങനെ കൊലായിലിങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ചെറുങ്ങനെ അല്ലെങ്കിൽ കൃഷികളെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഒരു മനസ്സമാധാനം. പിന്നെ കുരുമുളകൊക്കെ കറുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ചാമ്പക്കത്തൈ എയർ ലെയറിങ് ചെയ്തിട്ട് വന്നത് ചാമ്പക്കത്തൈകളാണ്. ഇത് ഒരു പേരക്കത്തൈ എയർ ലെയറിങ് ചെയ്ത് നോക്കിയതാണ്. കൂടാനുള്ള ഒരു കാനത്തിൽ കണക്കുക. നല്ല ഹെൽത്തി ആയിട്ട് ഇതായിരുന്നു. ചെറിയ കുറവ് ബാഗിൽ വലിയ ഇതിലൊന്നും ആക്കിയിട്ടില്ല. അത് പിന്നെ നമ്മളെ മൂച്ചിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇതെല്ലാവരുടെ വീട്ടിലും ഒന്ന് നട്ട് വെക്കേണ്ടത് നല്ലതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മൂച്ചിൻ്റെ കവളിയിലാണ് ഇത് കൊണ്ടുവച്ചിട്ടുള്ളത്. ചെറിയൊരു ബാഗ് വെച്ചിട്ട് ആ ബാഗിൽ ചാക്കിൽ മണ്ണറച്ചിട്ട് എന്താ എല്ലാവർക്കും അറിയാം, മുറിയൂട്ടി ചെറുങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കത്തി കെട്ടിയിട്ടുണ്ടെങ്കിലേ നമ്മൾ ഇതൊന്നാണ്ട് 2 ഇല എടുത്തിട്ടൊന്നാണ്ട് ചതച്ചിട്ടാൽ എന്ത് ചെയ്യുക, മുറി അടച്ച രക്തം അപ്പം തന്നെ നിന്ന് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒരു അനവധി വട്ടം പലവട്ടം കൈമേൽ കത്തി കെട്ടിയിട്ടും ഈ കൈക്കോട്ട് വ്യത്യാസമൊക്കെ തട്ടുമ്പോഴേ ഇവൻ്റെ അടുത്തിക്കൊണ്ട് കൂടിയല്ല. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കാണ്ട്. അപ്പോൾ അവനെങ്ങനെ നിർത്തി നനച്ച് 2 നേരം നനച്ച് ഇങ്ങനെ കൊണ്ടുവരും. അപ്പം മൂച്ചിൻ്റെ മുകളിൽ കാണാനൊരു ഐശ്വര്യമാണ്. പിന്നെ നമുക്ക് ബെഡ് ചെയ്യാനുള്ള പിലാത്തൈകളാണ് ഇപ്പോൾ ഇങ്ങനെ ആയി വരുന്നത്. നമുക്ക് ബെഡ് ചെയ്യാനുള്ള പിലാത്തൈകൾ കുറേ ഇവിടെ ഉണ്ട്. അങ്ങനെ മാവൊക്കെ പൂക്കാനുള്ള സമയത്തായി തുടങ്ങിയിരിക്കണം. മാവിൻ്റെ ഒരു മുരട്ടുന്നൊരു കൊമ്പ് ഈ വർഷത്തിൽ ഫസ്റ്റിൽ കർക്കിടം സമയത്ത് ഒരു കൊമ്പ് ഇങ്ങനെ പൊടിച്ച് വന്നു. അപ്പോൾ ആ പൊടിച്ച് വന്ന കൊമ്പിനെ നമ്മൾ ഈ ഭാഗം ലേശൊരു ഒഴിവുണ്ട്. അപ്പോൾ ആ ഒഴിവിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അതിനെങ്ങനെ ട്രെയിനിങ് ചെയ്ത് കൊടുന്ന് ഒരു ഏകദേശം 1.5 മീറ്ററോളപ്പോൾ 1.25 മീറ്ററോളപ്പോൾ ആയി ഇവിടെ എത്തി നിൽക്കുക. കണ്ടാ നിങ്ങൾ? അപ്പോൾ കമ്പടം പൊട്ടാൻ അയച്ചില്ല. കമ്പടം പൊട്ടിൻ്റെ അപ്പം തന്നെ നുള്ളിട്ടിട്ട് ഇപ്പം അങ്ങനെ കൊടുന്ന് ഒരുപാട് ഒരൊറ്റ 6 മാസം കൊണ്ടാണ് ഇപ്പോൾ ഈ വലുപ്പം വന്നത്. അതിങ്ങനെ നേരെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ട് കൊടുത്തിട്ട് ഈ ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഒരു മാവിൻ്റെ കൊമ്പാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള പരിചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ട്.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോകളാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ലൈക്കൊക്കെ അടിച്ച് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലൊക്കത്തെ സംരംഭങ്ങളൊക്കെ നിങ്ങളും ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ നമ്മളെ അവിടെയൊക്കെ ഉണ്ട്. പിന്നെ കോഴികളും മറ്റും മുറിച്ചായിട്ട് ഇങ്ങനെ ഉണ്ടാവും അവിടെ പച്ചക്കറി ഉണ്ടാക്കിയാൽ. അപ്പോൾ പോണിക് സിസ്റ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ തിണ്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഇതുപോലെ മതിൽമലൊക്കെ ചെയ്താൽ മതി. മതിൽമല എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ വീഡിയോ വലുതാണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത്. മുഹമ്മദ് സ്വാഗതമാണ്.